ഈ മഹാകാളി ഹീലിംഗ് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി. മഹാകാളി ഹീലിങ്ങിൽ ഒരുപാട് പേർക്ക് നമ്മൾ ഇതുപോലെ സോൾ റിലീസ്, ബാധ റിലീസ്, ബ്ലാക്ക് മാജിക് റിലീസ് ചെയ്യൽ അങ്ങനെയുള്ള പരിപാടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊതുവെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത്, സാറേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും വരുമെന്ന്, ഇത് കഴിഞ്ഞതോട്ട് നമുക്ക് പിന്നെ ഇനി ഒരു വർഷം ഉണ്ടാവില്ല ലൈഫിൽ എന്ന് ചോദിക്കും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ചെയ്യണത് നിലവിൽ നിൽക്കുന്നതായ എനർജീസിനെ റിലീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് റിലീസ് ചെയ്ത് അതേവരെയുള്ള എനർജീസിനെ റിലീസ് ചെയ്ത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അതേവരെയുള്ള ആ ഒരു കംപ്ലീറ്റ് എനർജികൾ പ്യൂറായിട്ട് നിങ്ങൾ ആ പ്യൂരിറ്റിയിലിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്കൊരു എനർജി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡിയിലേക്ക് വരും, അതൊരു സംശയം വേണ്ട. പക്ഷേ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നേ വരെയുള്ളത്, അതുവരെയുള്ള ആ നമ്മൾ ചെയ്യണ സമയം വരെയുള്ള എല്ലാ അൺവാണ്ടഡ് എനർജീസിനെയും ഈ ഹീലിങ്ങിൽ നമ്മൾ റിലീസ് ചെയ്ത് കളയും. പക്ഷേ പുതുതായിട്ട് വരുന്ന എനർജീസിനെ നമുക്ക് ഒരു വിധത്തിലും നമുക്കതിനെ വരാതിരിക്കാനായിട്ട് ഉള്ളൊരു മാർഗം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. നമ്മൾ പറയും പല പല സംഭവങ്ങൾ ധരിക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയും. പക്ഷേ അതിനകത്തൊരു പൂർണ്ണമായ റിസൾട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ നിങ്ങൾ ചെയ്യുന്ന ജപങ്ങൾ, ഡെയിലി നിങ്ങൾ ജപിക്കുന്ന ജപങ്ങൾ മുടക്കാതെ ചെയ്യുക. നമുക്ക് അഘോരമന്ത്രമുണ്ട്, സുദർശന മന്ത്രമുണ്ട്, അല്ലെങ്കിൽ പഞ്ചാക്ഷരമുണ്ട്, അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ജപിക്കാൻ പറ്റിയ. ഈ മന്ത്രജപമാണ് നമുക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രജപം ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സാധനമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല വൈബ്രേഷൻ ആയിരിക്കും. നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ട് ഹയർ വൈബ്രേഷനിലേക്ക് പോകും. ചക്രാസ് കൂടുതൽ ഹയർ വൈബ്രേഷനിലേക്ക് വരും. അപ്പം നമുക്ക് ഇതേപോലുള്ള എനർജിക്ക് നമ്മുടെ മേത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം മഹാകാളി ഹീലിംഗ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡെപ്പോസിറ്റ് കുറയും. കുറേ എനർജീസ് നമ്മളിൽ പഴയ സാധനങ്ങൾക്ക് എടുക്കുന്നത് വരെ നമ്മളെടുത്ത് റിലീസ് ചെയ്ത് കളയുന്നുണ്ട് ഒറ്റ സെഷനിൽ തന്നെ. അതായത് ഒരു സെഷനിൽ തന്നെ ഇതേപോലെ ഒരു ഹീലിംഗ് വളരെ റെയറാണ്. ഇത്രയും ഡീപ്പായിട്ടുള്ള ഹീലിംഗ് വേറൊരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്കുള്ള മാറ്റങ്ങളും അതുപോലെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ റിലീസ് ചെയ്ത് പഴയ സാധനങ്ങൾ ചക്രാസിലുള്ളതും പോകുന്നതുകൊണ്ട് നിങ്ങൾ ലൈറ്റ് ഫീലിങ്ങിലേക്ക് വരും. എല്ലാവർക്കും ഉണ്ടായ എക്സ്പീരിയൻസ് ഈ ഹീലിംഗ് കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ളൊരു ബോഡിയാണ്, ലൈറ്റ് ഫീലിംഗ് ആണ്, ഒരു ശാന്തത, ഒരു സമാധാനം. ഇപ്പോൾ നിങ്ങൾക്ക് നോർമലി ഇത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഹീലിങ്ങിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ പൊതുവെ അങ്ങനെ പറയാറുണ്ട്, ഹീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും പ്രശ്നക്കാരടുത്ത് പോയി നോക്കിയിട്ട്, അസ്ട്രോളജറുടെ അടുത്തോ റീഡേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി നോക്കിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നതുകൊണ്ടാണ് ഉണ്ടായത്, ഇന്ന രീതിയിലാണ് മാറിയിട്ടുള്ളത്. ഇനി അങ്ങനെ പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ അത്രയും കൂടി പൈസ നിങ്ങൾക്ക് ചിലവാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാകാളി ഹീലിംഗ് അല്ലാണ്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. മഹാകാളി ഹീലിംഗ് ചെയ്യണേന് ഇത് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കാവും. കാരണം ദേവിയാണ് ചെയ്യുന്നത്, നമ്മളല്ല. ദേവിക്കറിയാം എന്താണ് നമ്മളുടെ ബോഡിയിൽ ചെയ്യേണ്ട വർക്ക്, എന്താണ്, ഏത് രീതിയിലുള്ള വർക്കാണ് ബോഡിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ദേവി വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ കൂടെ ദേവിയുടെ ആയിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ടാവും. ഭൂതഗണങ്ങൾ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ശക്തികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ കൂടി വന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് എന്നിലൂടെയാണ് സംഭവിക്കണമെന്ന് മാത്രം. ഞാനൊരു ടൂളായിട്ട്, ഒരു ഉപകരണമായിട്ട് ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ദുരിതങ്ങൾ കിട്ടുന്നത് എനിക്ക്. ദേവി അത് ലൈറ്റിലേക്ക് കുറേ എടുത്ത് റിലീസ് ചെയ്ത് കളയുന്നുണ്ട്, കുറേ എൻ്റെ ബോഡിയിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോരുന്നുണ്ട് നമ്മൾ. അതാണ് മഹാകാളിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ മഹാകാളിയിൽ വൺസ് ചെയ്ത ആൾക്കാർക്ക് ഒരു 3 മാസം, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് വളരെ ഒരു വാല്യുബിളായിട്ടുള്ളൊരു ഹീലിംഗ് മെത്തേഡാണ്. ഇത് നോർമലായിട്ടുള്ള മറ്റുള്ള ഹീലിംഗ് ആയിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഞാൻ റേക്കിയുടെ ടീച്ചറാണ്, റേക്കിയുടെ ഹീലറാണ്. പക്ഷേ റേക്കിയുടെ ഹീലിങ്ങിനേക്കാളുമൊക്കെ ഒരുപാട് 10 മടങ്ങ് പവർഫുള്ളായിട്ടുള്ളൊരു ഹീലിംഗ് ആണ്. മറ്റുള്ള ഒരുപാട് വിദ്യകളുണ്ട്, ഞാൻ മറ്റുള്ള വിദ്യകളെ വില കുറച്ച് കാണുകയില്ല. പക്ഷേ ദേവി ചെയ്യുന്നുണ്ട്, കാളി തന്നെ ഒന്ന് നേരിട്ട് ചെയ്യുന്നൊരു ഹീലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ഇതിനെപ്പറ്റി പുകഴ്ത്തി ഞാൻ പറയുന്നത്. ഇത്
ചില സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഈ ഫോട്ടോ വെച്ച് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഇത് എഫക്റ്റീവാണ്. നമ്മൾ ആ നേരിട്ടിരുന്ന് വീഡിയോ കോളിൽ നിന്ന് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ആകെയുള്ളൊരു ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫോട്ടോ വെച്ച് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി എന്താണെന്ന് എനിക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ലൈവായിട്ടിരിക്കുമ്പോൾ നമുക്ക് അവരുടെ എനർജി റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതിൽ ഡൗസിങ് റോഡുണ്ട്. ഡൗസിങ് റോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ എനർജി ചെക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നുള്ള കാണിച്ചു കൊടുക്കും. ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ റോഡ് വീണ്ടും വെച്ചിട്ട് അവരുടെ എനർജി മാറുന്നത്, ആ എനർജി ഷിഫ്റ്റിലേക്ക് വരുന്നത്, പോസിറ്റീവായിട്ടുള്ള എനർജിയിലോട്ട് വരുന്നത് വീണ്ടും കാണിച്ചു കൊടുക്കും. പിന്നെ മൂന്നാമത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും. ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഈ റോഡ് ഭയങ്കര വൈഡായിട്ട് ഹൈ എനർജിയിലോട്ട് അവർ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഇപ്പം നമുക്ക് എന്താ പറയുക, സമയമുണ്ട്, ചെയ്തു കൊടുക്കാൻ വേണ്ട സമയമുണ്ട്. കുറേ ആളുകൾ ചെയ്തു പോയതുകൊണ്ട് കുറച്ച് സമയങ്ങളിപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ചെയ്യാനായിട്ട്. വരുന്നു കഴിഞ്ഞാൽ ഒരുപാട് തിക്കും തിരക്കില്ലാതെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സ്ലോട്ട് തരാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നന്മകളെല്ലാം ഉണ്ടാവട്ടെ.